ഒരു ദൈവത്തിനെങ്കിലും വിവരമുണ്ടെങ്കിൽ AK-47 കൊടുക്കത്തില്ലേ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ? നല്ല ആയുധം അതല്ലേ, അതിന് അമ്പും വില്ലും കൊടുക്കുമോ പണ്ട്? വെറുതെ നോക്ക്. രാമൻ പ്രാർത്ഥിച്ചപ്പോൾ കോതണ്ടം കിട്ടി, കർണൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ പേര് മറന്നുപോയി, മറ്റേ ഗാന്ധീവം അർജുനൻ പ്രാർത്ഥിച്ചപ്പോൾ. ഇതെന്താണ് ഈ വില്ല് കൊടുക്കുന്നത്? AK-47 കൊടുക്കാൻ എന്താ? അത് അറിഞ്ഞുകൂടാ, അറിയാവുന്നതേ കൊടുക്കത്തുള്ളൂ. ഇവരെ പ്രവചിക്കുക ആയിരുന്നെന്നുണ്ടെങ്കിൽ റോക്കറ്റിനെ പറ്റി പ്രവചിച്ചേനെ. ഇല്ല, അങ്ങനത്തെ ഒരു പ്രവചനവും ഇല്ല. സെൽഫോണിനെ പറ്റി പ്രവചനം, അത്രയും വലിയൊരു സംഭവം നമ്മുടെ ലോകത്ത് നിന്നില്ല. ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചാൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഈ സെൽഫോൺ എന്നത്. ഒറ്റ ഒരുത്തം പ്രവചിച്ചിട്ടില്ല. ഇതൊന്നും ഇല്ല. മറ്റേതാ പറയുന്നത്, വെള്ളപ്പൊക്കം വരുമെന്നും തീ ഉണ്ടാകുമെന്നും ഭൂമി ഉരുങ്ങുമെന്നും അവിടുത്തെ രാജാവ് പ്രസിഡന്റ് ആകുമെന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല. രാജാക്കന്മാരെ ആകുമെന്നേ പറയത്തുള്ളൂ. കാരണം രാജാക്കന്മാരെ അറിയാറുന്നുള്ളൂ. പക്ഷെ അതിപ്പോഴത്തെ പ്രസിഡൻ്റാക്കി മാറ്റുന്നത് ഈ വ്യാഖ്യാനക്കാരാണ്. ഇങ്ങനെയാണ് ഇതെല്ലാം ഉള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഒരു പുല്ലും അതിനകത്ത് അറിഞ്ഞുകൂടാ, ഒരു സാധനമില്ല. നമുക്കിന്ന് മാത്തമെറ്റിക്കലായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് കുറേ പ്രവചിക്കാൻ പറ്റുന്ന കുറേ സാധനമുണ്ട്. അത് തന്നെ നമുക്ക് ഒരു സ്ഥലത്തിനപ്പുറത്തോട്ട് പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം അതിനേക്കാളും ഫാക്ടേഴ്സ് ലോകത്തുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായ പ്രവചനത്തിനും വർക്ക് അതിന് ഒരു സ്ഥലത്തിനപ്പുറത്ത് പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഒരു പ്രവചനവും കൊണ്ട് ഈ പറയുന്ന ന്യായമൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ ഞാൻ പറഞ്ഞാൽ വെറുതെ ഈ ശുദ്ധ അസംബന്ധം പിടിച്ച പാവം പിടിച്ച ആൾക്കാരെ പറ്റിക്കാൻ പറയുന്ന കഥകളെന്നുള്ളതല്ലാതെ ജീവിതവുമായി അതിനൊന്നും ഒരു ബന്ധമില്ല. പ്ലേഗ് വരും എന്ന് പറയുന്നത് ഇങ്ങനെ, പ്ലേഗിന് മരുന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസൂരി ദൈവത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളതല്ലായിരുന്നു. ഇവിടുത്തെ എന്തായിരുന്നു മാരിയമ്മയുടെ അല്ലേ? ഇപ്പോൾ അവർ തൊഴിലില്ലായ്മ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാകത്തില്ലേ? ഇവിടുത്തെ ആലോചിച്ച് നോക്കി, അവരുടെ പോർട്ട്ഫോളിയോയിലുള്ളതല്ലേ? അവരെന്തായിരിക്കും ചെയ്യുന്നത്? മാരിയമ്മ ഇപ്പം എന്തായിരിക്കും ചെയ്യുന്നത്? പാവമല്ലേ? ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ട് അവർക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ പേർത്തണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രവചനവും ഇത്തരത്തിൽ ഇല്ല. മറ്റേതൊക്കെ ആർക്കും പറയും. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? അതൊക്കെ നടക്കുന്ന കാര്യമല്ലേ പറഞ്ഞു, അത്രയേ ഉള്ളൂ അവരും പറഞ്ഞിട്ടുള്ളൂ, അല്ലാതില്ല. ആൾദൈവങ്ങളോ? ആൾദൈവം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മതി എനിക്ക് ആൾദൈവമാകാൻ. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, മര്യാദ കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. മോഹൻലാലിന് ആൾദൈവമാകാൻ പറ്റും, അറിയപ്പെടുന്നതുകൊണ്ട്. അടിച്ച് ഇന്ന പുലി വരുന്നു എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ എഴുതി വെച്ചാൽ വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റും പുലി വന്നു എന്ന്. അങ്ങനെ പരസ്യ പ്രചാരണം നടത്തിയിട്ടുണ്ടാകുന്നതാണ് ഈ ആൾദൈവമൊക്കെ. ഞാനിപ്പോൾ ഈ കൊച്ചിയിലുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഒരു പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ കൂടും. ഒരുപാടുമില്ല, പ്രചരിപ്പിച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളേ ഉള്ളൂ, അല്ലാതെ ഒരു പുല്ലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഉള്ള ഏത് ദൈവത്തിനെയും എൻ്റെ ദേഹത്തെ ഈ പൂട കറപ്പിക്കാൻ കഴിവുള്ളവർ ഒന്നുമില്ല, വെറുതെ പറയുന്നതല്ലേ. ഒറ്റ അടി കൊടുത്താൽ തീരുന്ന ആൾദൈവമേ ഉള്ളൂ. എന്നിട്ട് എന്തായിരിക്കും താങ്കൾ അവരെ ആരും അടിക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നാറും. അതുകൊണ്ട് അത്ര മാലിന്യങ്ങളാണ്.